പുതുവർഷം വന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ഞങ്ങളുടെ രാജാവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ സർപ്രൈസായിട്ട് ഡിന്നർ കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. സർപ്രൈസ് ആവാൻ പാകത്തിന് പുള്ളി ഞങ്ങളുടെ കൂടെ വരുന്നുമുണ്ട്. കടലിൻ്റെ നടുക്കുള്ളൊരു ചെറിയ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ സെലിബ്രേഷൻ ലൊക്കേഷൻ. ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ബോട്ട് വരും. ബോട്ടിൽ കയറി ജങ്ക് ജഗജഗ അങ്ങനെയാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തേണ്ടത്. വന്നിട്ടുണ്ട് മുതലാളി. ഹലോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് എത്തി ഞങ്ങളുടെ കൂടെ ബോട്ടിലുണ്ടായിരുന്നവരാണ് പോകുന്നത്. ലിമിറ്റഡ് ടേബിൾസ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഒരു സവിശേഷത അതേ കണ്ടോ, അവർക്ക് വലിയൊരു ഫിഷ് ഫാമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള മീൻകുട്ടികളെയാണ് ഞങ്ങൾക്ക് അവിടെ പൊരിച്ച് വറുത്തും കറിവെച്ചുമൊക്കെ ടേബിളിലാക്കി തരുന്നത്. ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് അതിൻ്റെ ഒരു വൈബൊക്കെ ആസ്വദിച്ചു. ഒരു സൺസെറ്റ് ഡിന്നറാണ് എൻ്റെ മനസ്സിൽ. അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആശാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, എപ്പോൾ കിട്ടും. ഹായ്, ഇതേ കണ്ടോ എൻ്റെ പേരിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ടേബിളാണ്. അങ്ങനെ ഐറ്റംസ് ഓരോന്നായി വന്നു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഒരു ചിരി കണ്ടോ. ആറിയ ഐറ്റം വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടന്നു. ഇവിടെ കോഫി, ഡ്രിങ്ക്, പിന്നെ ടീ, ചോക്ലേറ്റ് ഡ്രിങ്ക് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സെൽഫി വീഡിയോസ് വളരെ കാര്യമായി എടുത്തു. കഴിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ ഭാനുവിൻ്റെ ഒരു ചെറിയ ഡാൻസ് പാർട്ടി ഷോ ഫ്രീ. ഞങ്ങളുടെ കപ്പാസിറ്റി കഴിഞ്ഞു. ഞാനും ഭാനുവും കൂടി പരിസരം മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു സന്ധ്യ നടത്തം പ്ലാൻ ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു ബാൽക്കണി പോലെ. ഇവിടെ നിന്നാൽ നല്ല കാറ്റും ആ കടലിൻ്റെ വ്യൂവും സൺസെറ്റും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം അടിപൊളിയായി എന്ന് വിചാരിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഈ വലിയ ഫിഷ് ഫാമിൽ നിന്നും കറക്റ്റ് സമയത്ത് മീൻ മോഷ്ടിക്കാനെത്തിയ ഒരു കിളി. അവനെ ഞങ്ങൾ വിട്ടില്ല. അവനെയും നമ്മുടെ ക്യാമറ കണ്ണുകൾ പകർത്തി. അധികം വൈകാതെ സർപ്രൈസായ ബർത്ത്ഡേ ഡിന്നറെല്ലാം ഫിനിഷ് ചെയ്ത് ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ കൂടെ കാഴ്ചകൾ കാണാൻ കൂടി. അത് കഴിഞ്ഞിട്ട് ഡിസേർട്ട് ഐസ്ക്രീം ആയിരുന്നു. സോ ഒന്നിൽ കൂടുതൽ ഐസ്ക്രീം കിട്ടി എന്ന സന്തോഷത്തിലൂടി വരുന്ന ഭാനു. ശുഭം.